നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. ഫേബർ കാസ്റ്റ് കമ്പനി പുറത്തിറക്കുന്ന മോഡലിംഗ് ഡൗ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ്. ഏകദേശം നമ്മുടെ ക്ലേ പോലെ തന്നെ ഒരു പ്രോഡക്റ്റാണ്. സിന്തറ്റിക് ക്ലേക്കാളും കുറച്ചും കൂടി സോഫ്റ്റാണ്. ഇതാണ് ഫേബർ കാസ്റ്റ് കമ്പനിയുടെ മോഡലിംഗ് ഡൗ. നമുക്കിനി ആദ്യം ഈ കവറിൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. കവറിൽ ആദ്യം തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ പ്രോഡക്റ്റ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന്. ഇതിൻ്റെ ഉള്ളിൽ 6 മോഡലിംഗ് ഡൗ ആണ് വരുന്നത്. വ്യത്യസ്ത നിറത്തിലുള്ള 6 മോഡലിംഗ് ഡൗ ആണ് കവറിനുള്ളിൽ വരുന്നത്. താഴെ എഴുതിയിട്ടുണ്ട് 12 ഡിസൈൻ മോഡ്സ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക് നൈഫും ഒരു റോളറും ഉണ്ട്. ഈ 12 ഡിസൈൻ മോഡ്സ് വരുന്നത് 6 ഡൗവിൻ്റെ കണ്ടെയ്നറിൻ്റെ ടോപ്പിലും ബാക്കിലുമായിട്ടാണ്. ഒരു പ്ലാസ്റ്റിക് നൈഫും റോളറും ഇതിൻ്റെ കൂടെയുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 170 രൂപയാണ്. പിന്നെ ഇതിലൊരു വാർണിംഗ് സിഗ്നൽ തന്നിട്ടുണ്ട്. 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇത് സ്യൂട്ടബിൾ അല്ല എന്ന് എഴുതിയിട്ടുണ്ട്. കുട്ടികളുടെ അടുത്ത് വിഴുങ്ങാൻ ചാൻസ് ഉള്ളത്. 50 ഗ്രാമിൻ്റെ 6 ഷെയ്ഡ് ഡവും അതിൻ്റെ കൂടെ ഒരു പ്ലാസ്റ്റിക് നൈഫും ഒരു റോളറും. ഇത്ര സാധനമാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ ഐഡിയ കിട്ടുന്നതിനും ഇതോടെ റിലേറ്റഡ് ആയ വീഡിയോസൊക്കെ കാണുന്നതിനും ഈ QR കോഡ് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിനുള്ളിലെ കണ്ടൻറ്റുകളെല്ലാം കാണാം. ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം 3 കണ്ടെയ്നറുകളാണ് ഫ്രണ്ടിലുള്ളത്. അതിനടിയിൽ 3 അങ്ങനെ മൊത്തം 6 കണ്ടെയ്നേഴ്സാണ് ഉള്ളത്. ഇത് ഓരോന്നും നമുക്കെടുത്ത് വെക്കാം. ഒരു നൈഫും ഒരു റോളറും ഇതിൻ്റെ കൂടെ തന്നെയുണ്ട്. ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ ഇതിനകത്തുള്ള ഒരു നീലയുണ്ട്, ഒരു ബ്രൗൺ ഉണ്ട്, ഒരു ഓറഞ്ച് ഉണ്ട്, ഒരു ഗ്രീൻ ഉണ്ട്, ഒരു റെഡ് ഉണ്ട്, ഒരു യെല്ലോ ഉണ്ട്. ഇത്രയും ഷെയ്ഡുകളാണ് ഇതിനകത്ത് ഉള്ളത്. പിന്നെ ഇത് കൂടാതെ ഒരു നൈഫുണ്ട്, ഒരു പ്രത്യേക രീതിയിലുള്ള നൈഫ്. ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് കട്ട് ചെയ്യുന്നതിനും അപ്പുറത്തെ സൈഡ് നമുക്കത് ഡൗ ഡിസൈൻ ചെയ്യുന്നതിനും ഉപയോഗിക്കാനുള്ളതാണ്. പിന്നെ കൂടെ ഒരു റോളറും ഉണ്ട്. ഇത് രണ്ടും നമുക്ക് അതിൻ്റെ ഡിസൈനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇനി നമുക്ക് ഓരോ കണ്ടെയ്നറും എടുത്ത് വിശദമായി പരിശോധിക്കാം. ഇനി നമ്മൾ ആദ്യം എടുക്കുന്നതിൻ്റെ അകത്തുനിന്ന് ഓറഞ്ചാണ്. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് 12 മൗണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇതിൻ്റെ ടോപ്പിൽ ഈ ക്യാപ്പിലും അടിയിലുമായിട്ടാണ് 2 മൗണ്ട്സാണ് ഇതിനുള്ളത്. ഈ കണ്ടെയ്നറിൻ്റെ ടോപ്പ് സൈഡിൽ ഒരു ക്യാറ്റിൻ്റെയും ബോട്ടം സൈഡിൽ ഒരു മിൽക്ക് ബോട്ടിലിൻ്റെയും മോൾഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കണ്ടെയ്നർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനുള്ളിൽ വരുന്നത് ഓറഞ്ച് നിറത്തിലുള്ള ഒരു ഡൗ ആണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡൗ ആണ്. കുട്ടികൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ രണ്ടാമത്തെ കണ്ടെയ്നർ എടുത്ത് നോക്കുമ്പോൾ ഇത് റെഡ് നിറത്തിലുള്ള കണ്ടെയ്നറാണ്. ഉള്ളിൽ വരുന്ന ഡൗവും റെഡ് നിറത്തിലുള്ളതാണ്. ഇതിൽ വരുന്ന മോൾഡുകൾ എന്ന് പറഞ്ഞാൽ ഒരു ബട്ടർഫ്ലൈയുടെയും ഒരു ഫ്ലവറിൻ്റെയും മോൾഡുകളാണ് ഇതിനകത്ത് വരുന്നത്. അടുത്ത മൂന്നാമത്തെ ഡൗ ഇത് വരുന്ന ഒരു ബ്രൗൺ നിറത്തിലുള്ളതാണ്. ഈ കണ്ടെയ്നറിൻ്റെ ടോപ്പിൽ ഒരു റാബിറ്റിൻ്റെയും ബാക്ക് സൈഡിലെ മോൾഡ് ഒരു ക്യാരറ്റിൻ്റെയും ഷേപ്പാണ്. നാലാമത്തെ ഡൗ വരുന്നത് യെല്ലോ നിറത്തിലുള്ള ഡൗ ആണ്. ഇതിൻ്റെ ടോപ്പ് സൈഡിലെ മോൾഡ് ഒരു എലിഫൻറ്റിൻ്റെ ഷേപ്പും ബോട്ടം സൈഡിൽ ഒരു വാട്ടർ ലെമണിൻ്റെ ഹാഫ് വാട്ടർ ലെമണിൻ്റെ ഒരു മോൾഡുമാണ് ഇതിനോടൊപ്പം വരുന്നത്. നമുക്ക് എല്ലാ മോൾഡും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ എല്ലാവരും അവസാനം വരെ ഈ വീഡിയോ കാണുക. അടുത്ത ഡൗ വരുന്നത് ബ്ലൂ നിറത്തിലുള്ള ഡൗ ആണ്. ഇതിൻ്റെ ടോപ്പിൽ മോൾഡ് ചെയ്തിരിക്കുന്നത് ഒരു യൂണിക്കോണിൻ്റെ പടമാണ്. ഇതിൻ്റെ ബോട്ടം സൈഡിൽ ഒരു ഐസ്ക്രീമിൻ്റെ പടവും മോൾഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വൺ ഇസ് ഒരു ഗ്രീൻ നിറത്തിലുള്ള ഡൗ. ഇതിൻ്റെ ടോപ്പിൽ ഒരു സീബ്രയും ബാക്ക് സൈഡിലൊരു ട്രീയുടെയും പടമാണ്
വരുന്നത്. ഇനി നമുക്ക് ഓരോ ഡൗ എടുത്ത് മൗൾഡിൽ വെച്ചിട്ട് നമുക്ക് ഓരോ ഷേപ്പ് ഉണ്ടാക്കി നോക്കാം. ആദ്യം നമ്മൾ എടുക്കുന്നത് ഓറഞ്ച് നിറത്തിലുള്ള ഡൗ ആണ്. ഈ ഡൗ നമ്മൾ എടുത്തിട്ട് ഈ ഡൗ രണ്ടായിട്ട് വീതിച്ചതിന് ശേഷം ഒരു ഭാഗം എടുത്ത് ടോപ്പിലെ മൗൾഡിലും ബോട്ടം സൈഡിലുള്ള മൗൾഡിലും പ്രസ് ചെയ്ത് വെക്കുക. ജസ്റ്റ് പ്രസ് ചെയ്യുക, ജസ്റ്റ് റിമൂവ് ചെയ്ത് നോക്കുക. റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. വളരെ ക്വാളിറ്റിയോട് കൂടിയ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം, വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഓരോ ഡിസൈൻ ഉണ്ടാക്കുന്നത്. ഇത് കണ്ടോ. അടുത്തത് നമ്മൾ നോക്കുന്നത് ബ്ലൂ നിറത്തിലുള്ള ഡൗ വെച്ചിട്ടാണ്. ബോട്ടം സൈഡിലെ മൗൾഡിലും പ്രസ് ചെയ്ത് അതിൻ്റെ ഒരു പോർഷൻ ഡൗവിൻ്റെ ടോപ്പ് സൈഡിലും അതിനുശേഷം വളരെ കെയർഫുള്ളായിട്ട് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഡിസൈൻ കിട്ടുന്നുണ്ട്. എൻ്റെ യൂണിക്കോണിൻ്റെ ആണെങ്കിലും ബാക്കിലെ ഐസ്ക്രീമിൻ്റെ ആണെങ്കിലും വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് തരുന്നു. വളരെ ക്ലാരിറ്റി, നമുക്കത് നോക്കിയാൽ തന്നെ അറിയാം, വളരെ ക്ലാരിറ്റി ആയിട്ടാണ് ഓരോ ഡിസൈനും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഡവാണ് എല്ലാ ഡവ് എടുത്ത് ഇതുപോലെ തന്നെ ക്യാപ്പിലെ മൗൾഡിലും കണ്ടെയ്നർ ബാക്കിലെ മൗൾഡിലും നമ്മൾ പ്രസ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം വളരെ കെയർഫുള്ളായിട്ട് റിമൂവ് ചെയ്യുമ്പോഴേ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനകത്ത് കിട്ടുന്നത് ആനയുടെ ഷേപ്പ് അതേപടി നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്ക് സൈഡിൽ എടുക്കുമ്പോഴാണെങ്കിലും വാട്ടർ ലെമണിൻ്റെ ഡിസൈനും വളരെ ക്ലാരിറ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്ത റെഡ് കളറിലുള്ള ഡൗ ആണ്. ഇത് അതുപോലെ തന്നെ നമ്മൾ ഇതിനെ രണ്ടായിട്ട് ഭാഗിച്ചതിന് ശേഷം ഒരു ഭാഗം ക്യാപ്പിൻ്റെ മോഡലിലും അടുത്ത ഭാഗം കണ്ടെയ്നറിൻ്റെ ബാക്ക് സൈഡിലുള്ള ഡൗവിലും പ്രസ് ചെയ്തോളൂ. വളരെ ഈസി ആയിട്ട് പ്രസ് ചെയ്യാവുന്നേ ഉള്ളൂ. കുട്ടികൾക്കാണെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണിത്. അതിനുശേഷം വളരെ കെയർഫുള്ളായിട്ട് നമ്മളിത് റിമൂവ് ചെയ്യുമ്പോഴത്തേന് ക്ലാരിറ്റിയോട് കൂടിയ നമുക്ക് ആ പിക്ചറാണ് നമുക്ക് കിട്ടുന്നത്. ഈ ബട്ടർഫ്ലൈ ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. അടുത്തത് നമ്മൾ ഗ്രീനാണ്. ആ ഗ്രീൻ എടുത്ത് മുമ്പേ ചെയ്തതുപോലെ തന്നെ ഡൗവിൽ പ്രസ് ചെയ്ത് വെക്കുക, കെയർഫുള്ളായിട്ട് റിമൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ സീബ്രയുടെയും ഡിസൈനും ആ ട്രീയുടെ ഡിസൈനുമാണ് നമുക്ക് കിട്ടുന്നത്. ഇത് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും. കാരണം വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ അവരെ നമുക്ക് സന്തോഷിപ്പിക്കാൻ ഒരു അടിപൊളി പ്രോഡക്റ്റാണിത്. അവസാനമായിട്ട് നമുക്കിനിയുള്ള കളർ എന്ന് പറഞ്ഞാൽ ബ്രൗണാണ്. ബ്രൗൺ ഇതുപോലെ തന്നെ രണ്ടായിട്ട് കീറിയതിന് ശേഷം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം രണ്ട് മോൾഡിൽ നമ്മൾ പ്രസ് ചെയ്ത് വെച്ച് അതിനെ റിമൂവ് ചെയ്യുന്നു. അപ്പം നമുക്ക് കാണുമ്പോഴറിയാം ഈ ക്യാരറ്റിൻ്റെയൊക്കെ ക്വാളിറ്റി തന്നെ, അതിൻ്റെ ക്ലാരിറ്റി നമുക്ക് അതിൻ്റെ വ്യക്തമായിട്ട് അറിയാം. ഇതാണ് ഈ ഡൗവിൻ്റെ പ്രത്യേകത. ക്ലിയറും വളരെ ഡീറ്റെയിൽഡുമായിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഡിസൈൻ നമ്മൾ നോക്കിയറിയാം വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസൈൻസുകളാണ് നമുക്ക് എല്ലാത്തിനും കിട്ടിയിരിക്കുന്നത്. ഇതാണ് ക്ലേയും ഈ ഡൗവും തമ്മിലുള്ള ഡിഫറൻസ് ഇത് തന്നെയാണ്. ക്ലേയിലുണ്ടാക്കുന്നതിനേക്കാളും വളരെ ക്വാളിറ്റിയോട് കൂടിയ ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഈ പ്രോഡക്റ്റ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതിനാൽ നമുക്ക് പേടിക്കാതെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാം. ഈ പ്രോഡക്റ്റ് നിങ്ങൾ ഓൺലൈൻ വഴി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാവുന്നതാണ്. പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിൽ പോസ്റ്റലായിട്ട് ഡെലിവറി ചെയ്യുന്നതായിരിക്കും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.